വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായി നന്മകൾ പെയ്തിറങ്ങിയ സന്ദർഭങ്ങളാണ് കഴിഞ്ഞുപോയത്. ആ ഒരു മാസക്കാലം കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നേടിയെടുത്ത പരിശീലനങ്ങൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൈക്കൊണ്ട നിയന്ത്രണങ്ങൾ, ഇനി അങ്ങോട്ടുള്ള 11 മാസവും തുടരാനുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മെ പരിഗണിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ശഅബാനിനേക്കാൾ ഇപ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശവ്വാൽ കൂടുതൽ കരുത്തുറ്റതാകേണ്ടതുണ്ട്. കാരണം ശഅബാനിൽ ഉണ്ടായിരുന്ന ആളുകളല്ല ഈ റമദാനിന് ശേഷമുള്ള ശവ്വാലിലേക്ക് പ്രവേശിച്ച നാം ഓരോരുത്തരും അല്ലാഹുവുമായി വളരെയധികം ആത്മബന്ധം, അടുപ്പം നേടിയെടുത്തു കഴിഞ്ഞു. അതേ അടുപ്പം അല്ലാഹുവിന്റെ അടിമകളുമായും നാം നേടിയെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം നമ്മുടെ മനസ്സും ശരീരവും അല്ലാഹുവിന്റെ തൃപ്തിക്ക് മുൻഗണന കൽപ്പിക്കാൻ കഴിയും വിധത്തിൽ വലിയ പരിവർത്തനങ്ങൾക്കും നാം വിധേയമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റമദാനിന് ശേഷം നാം പ്രവേശിക്കുന്ന ശവ്വാൽ ഇനി അങ്ങോട്ട് തുടർന്നു വരുന്ന ഓരോ ദിനരാത്രങ്ങളും വിശുദ്ധ റമദാനിന്റെ വെളിച്ചം നിലനിർത്താൻ ബാധ്യസ്ഥരായി നാം മാറിക്കഴിഞ്ഞു. നമ്മുടെ പഠനങ്ങളും നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മുടെ വിലയിരുത്തലുകളും വിശേഷിച്ച് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും ആഗോള ഇസ്ലാമിക സമൂഹങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഓതിവെച്ച സൂക്തം വിശുദ്ധ ഖുർആൻ സൂറത്ത് ശംസിലൂടെ പറഞ്ഞു വെച്ച വളരെ ലളിതമായ ചില വർത്തമാനങ്ങളാണ്. വശംസി വദുഹാഹ, സൂര്യനെ കൊണ്ടും അതിന്റെ നല്ല തെളിമയാർന്ന പ്രകാശത്തെ കൊണ്ടും സത്യം. ശക്തമായ പ്രകാശത്തെ അല്ല ളുഹ എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിരാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യന്റെ ചൂട് തട്ടി പുൽനാമ്പുകളിലൊക്കെ പറ്റിപ്പിടിച്ചേക്കാവുന്ന വെള്ളത്തിന്റെ അംശമൊക്കെ ഇല്ലാതാകുന്ന ഒരു സമയം. ളുഹ നമസ്കാരം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. അപ്പൊ സൂര്യനെ കൊണ്ടും സൂര്യന്റെ ആ വെളിച്ചത്തെ കൊണ്ടും സത്യം. വൽഖമരി ഇദാ തലാഹ, ചന്ദ്രനെ കൊണ്ടും ആ ചന്ദ്രനിങ്ങനെ വളരെ സാവധാനത്തിൽ ഒരുപാട് വിശദാംശങ്ങൾ കൊണ്ട് പറയേണ്ട ഒരു പദമാണ് തലാഹ എന്നത്. ചന്ദ്രന്റെ വെളിച്ചം ഇങ്ങനെ ഭൂമിയിലേക്ക് പകരുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസവും ഏറ്റക്കുറച്ചിലുകളോടുകൂടി ഇങ്ങനെ വികാസം പ്രാപിച്ചു വരുന്ന ആ പാൽനിലാവ്. വന്നഹാരി ഇദാ ജല്ലാഹ, നല്ല തീക്ഷ്ണമായ വെളിച്ചത്തോടുകൂടി മനുഷ്യന്റെ ജീവിതായോധന മാർഗങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന പകലിനെ കൊണ്ടും സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ, രാത്രിയെ കൊണ്ടും സത്യം. ആ രാത്രി ഇങ്ങനെ വന്ന് മൂടി പൊതിയുമ്പോൾ ഉറങ്ങാൻ, വിശ്രമിക്കാൻ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന രാത്രിയെ കൊണ്ടും സത്യം. വസ്സമാഇ വമാ ബനാഹ,
ആകാശത്തെ കൊണ്ടും ആ ആകാശത്തിന്റെ നിർമ്മിതിയെ കൊണ്ടും നമുക്ക് കാണാൻ പോലും കഴിയാത്ത വിധം കോട്ടകൾ പോലെ തലയ്ക്ക് മുകളിൽ അള്ളാഹു നിർമ്മിച്ച ആകാശത്തെ കൊണ്ട്, അതിന്റെ നിർമ്മിതിയെ കൊണ്ട് സത്യം. വൽ അർളി വമാ തഹാഹ, ഭൂമിയെ കൊണ്ട് സത്യം. ആ ഭൂമിയെ ഇങ്ങനെ പരപ്പാക്കിയതിനെ കൊണ്ട് സത്യം. നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഫിറാഷ് പോലെ, ഒരു വിരിപ്പ് പോലെ ഭൂമിയെ പാകപ്പെടുത്തിയതിനെ കൊണ്ടും സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ കൊണ്ടും അല്ലെങ്കിൽ ശരീരത്തെ കൊണ്ടും അതിനെ ചൊവ്വാക്കിയവനെ കൊണ്ടും സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന്റെ ധർമ്മവും അധർമ്മവും അതിനെ തോന്നിപ്പിച്ചിരിക്കുന്നു. ഈ 8 സൂക്തങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാത്രിയെ പറയുന്നുണ്ട്, പകലിനെ പറയുന്നുണ്ട്, സൂര്യനെ പറയുന്നുണ്ട്, ചന്ദ്രനെ പറയുന്നുണ്ട്, ആകാശത്തെ പറയുന്നുണ്ട്, ഭൂമിയെ പറയുന്നുണ്ട്. ആത്മാവിനെ തോന്നിപ്പിച്ച ധർമ്മത്തെയും അധർമ്മത്തെയും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും ഈ വൈരുദ്ധ്യങ്ങളെ മനോഹരമായി മനുഷ്യന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഖുദ്റത്ത് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു തുടക്കം ഈ വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഘടനയും ഈ പ്രകൃതിയുടെ ഒരു താളവും പരസ്പരമുള്ള വൈരുദ്ധ്യത്തിലാണ് അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. ആണും പെണ്ണും, ചൂടും തണുപ്പും, കരയും കടലും എന്ന് വേണ്ട ഓരോന്നിനെ കുറിച്ചും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഒന്നിനെ താങ്ങി നിർത്തണമെങ്കിൽ മറ്റൊരു വൈരുദ്ധ്യം കൊണ്ടുള്ള ഒരു താളാത്മകത ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇവിടെ ആകാശമുണ്ടെങ്കിലേ ഭൂമിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. രാത്രിയുണ്ടെങ്കിലേ പകലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. പക്ഷെ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്ന വൈരുദ്ധ്യങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ആ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടലുകളില്ല. പകലിന് വേണ്ടി രാത്രി വഴിമാറിക്കൊടുക്കും, രാത്രിക്ക് വേണ്ടി പകല് വഴിമാറിക്കൊടുക്കും. കൃത്യമായ അജണ്ടയോടുകൂടി മുന്നോട്ട് പോകും. യൂലിജുൽ ലൈല ഫിന്നഹാർ, രാത്രിയിൽ നിന്ന് പകലിനെ ഇങ്ങനെ ഊരിയെടുക്കും, പകലിൽ നിന്ന് രാവിലെ ഊരിയെടുക്കും. ആണും പെണ്ണും എന്ന് പറയുന്നത് തീർത്തും വൈരുദ്ധ്യമാണ്. പക്ഷെ ആ വൈരുദ്ധ്യമായ ആണിനെയും പെണ്ണിനെയും പരസ്പരം അംഗീകരിപ്പിച്ചും ഒന്നിപ്പിച്ചും മനുഷ്യ സമൂഹമാകുന്ന മഹാസംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമപ്പെടുത്തി. കരയും കടലും തമ്മിലൊരു ആത്മബന്ധമുണ്ട്. അവർ തമ്മിൽ ഒരിക്കലും ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുന്നില്ല. ഒന്ന് കടന്നു വന്നാൽ മറ്റൊന്ന് വഴിമാറി കൊടുക്കുന്നു എന്ന ഒരു താളമാണ് ഇവിടെ വെളിച്ചം കടന്നു വന്നാൽ ഇരുട്ട് വഴിമാറി കൊടുക്കും. പിന്നെ ഇരുട്ട് അവിടെ നിലനിൽക്കേണ്ടതില്ല. ഇങ്ങനെ നമ്മൾ ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് ഒരു നിരീക്ഷണം ഇങ്ങനെ നടത്തി നോക്കിയാൽ, അഥവാ പരസ്പരമുള്ള ഒരു സമവായത്തിലൂടെ, സമന്വയത്തിലൂടെ വളരെ കൃത്യമായ ഒരു താളപ്പൊരുത്തത്തോട് കൂടിയിട്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത സൂക്തം പറയുന്നു, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹ വതഖ്വാഹ. ആത്മാവിനെ കൊണ്ടും ആ ആത്മാവിനെ ചൊവ്വാക്കിയവനെ കൊണ്ടും തന്നെ സത്യം. അതേ ആത്മാവിന്റെ ഉള്ളിൽ ധർമ്മവും അധർമ്മവും തോന്നിപ്പിച്ചിട്ടുണ്ട്. പല വീക്ഷണകോണുകളിലൂടെ ഇതിനു മുൻപ് ഇതേ സൂക്തം ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ധർമ്മവും അധർമ്മവും എന്ന് പറയുന്ന തീർത്തും വൈരുദ്ധ്യമായ രണ്ട് സംഗതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിലുണ്ടാകേണ്ട താല്പര്യമാണ് ധർമ്മം നിലനിൽക്കണം, അധർമ്മം തകർന്നു പോകണം.
ഇന്നൽ ബാത്തില കാന സഹൂക. ഇത് ധർമ്മത്തിന്റെ ഒരു സവിശേഷതയാണ്. ജാഅൽ ഹഖ് വ സഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു. എന്നല്ല, അസത്യം തകരാനുള്ളത് തന്നെയാണ്, അതിന് നിലനിൽപ്പില്ല. നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ജീവശാസ്ത്ര പാഠപുസ്തകത്തിൽ, ബയോളജിയിൽ അർഹതയുള്ളത് അതിജീവിക്കുന്നു, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, പോരാട്ടം എന്നൊക്കെയുള്ള പാഠഭാഗം പഠിച്ചിട്ടുള്ളവരാണ്. ഈ ഭൂമിയിൽ പണ്ട് ജീവിച്ചിരുന്ന പല ജീവജാലങ്ങളും, ഈ പ്രകൃതിയിൽ പണ്ട് നിലനിന്നിരുന്ന പല സസ്യജാലങ്ങളും പ്രതികൂലമായ കാലാവസ്ഥയിലും പ്രതികൂലമായ അന്തരീക്ഷത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ നശിച്ചുപോയിട്ടുണ്ട്. എന്നാൽ നശിക്കാൻ സന്നദ്ധരാകാതെ പിടിച്ചു നിൽക്കാൻ, പോരാടി അതിനെ അതിജയിക്കാൻ, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അതിജീവനപരത നേടിയെടുത്ത പല ജീവിവർഗങ്ങളുമുണ്ട്. ഇത് ജീവശാസ്ത്രമാണ്. യഥാർത്ഥത്തിൽ നന്മയെയും തിന്മയെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള വലിയ ഒരു സംഘട്ടനം ഏത് കാലഘട്ടത്തിലും ഒരർത്ഥത്തിൽ ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പേര് വിളിക്കാം, നന്മയും തിന്മയും എന്ന് പേര് വിളിക്കാം, മുൻകറും മഅറൂഫും എന്ന് വിളിക്കാം, സത്യവും അസത്യവും എന്ന് വിളിക്കാം. പക്ഷെ ഈ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഏത് ധാർമ്മിക അളവുകോലുകൾ വെച്ച് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ധർമ്മം നിലനിന്നേ മതിയാകൂ, സത്യം നിലനിന്നേ മതിയാകൂ, നന്മ അതിജയിച്ചേ മതിയാകൂ. ഇത് കേവലം ഒരു മനുഷ്യനെ കുറിച്ച് മാത്രമല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഏകവചനത്തിൽ നിന്ന് മനുഷ്യ സമൂഹം എന്ന് പറയുന്ന ബഹുവചനത്തിലേക്ക് നാം വികാസം പ്രാപിച്ചാൽ, മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, സാംസ്കാരിക മേഖലകളിൽ വൈരുദ്ധ്യമുണ്ട്, രാഷ്ട്രീയ മേഖലകളിലും വൈരുദ്ധ്യമുണ്ട്. ഞാൻ അടിവരയിടുന്നു, രാഷ്ട്രീയ മേഖലകളിലും വൈരുദ്ധ്യമുണ്ട്. അവിടെയും ഈ നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനമുണ്ട്. സാമ്പത്തിക മേഖലയിലെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനുമാണ്. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവനിലേക്കുള്ള പ്രകൃതി വിരുദ്ധമായ ഒരു സഞ്ചാരത്തെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക്. അതാണ് സാമ്പത്തിക മേഖലയുടെ പ്രകൃതിപരമായ ഒഴുക്കും നിലനിൽപ്പും. സാംസ്കാരിക മേഖലയിൽ ഒരുപാട് സാംസ്കാരികമായ ഇടപെടലുകൾ തികച്ചും ജീർണമായ അവസ്ഥയിൽ നിലനിൽക്കും. ഒരുപാട് സാംസ്കാരികമായ ഇടപെടലുകൾ നല്ല ഉന്നതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും നിലനിൽക്കും. ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരികത നിലനിൽക്കാനുള്ളതാണ്. സ്വാഭാവികമായും അത് നിലനിന്നാൽ മറുഭാഗത്തുള്ളത് അപ്രസക്തമായി തീരും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് വഴിമാറുന്നത് പോലെ. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ഭൂപടത്തിലും സംഭവിക്കേണ്ടത്. നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സാക്ഷരത നേടിയെടുത്ത ആളുകളാണ്. പക്ഷെ ആ രാഷ്ട്രീയ സാക്ഷരതയിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, നമ്മുടെ രാഷ്ട്രീയ സാക്ഷരത ഏതോ ഒരു നിസ്സംഗതയിൽ നാം മാറ്റിവെച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഇനിയും ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിൽ ഇനിയും ഫാഷിസ്റ്റ് സംഘങ്ങൾ അധികാരത്തിൽ വരും. കാരണം അങ്ങനെയാണ് അവരുടെ വർക്കുകൾ അവർ ക്രമീകരിച്ചു വച്ചിട്ടുള്ളത്. മലയാളത്തിലെ അറിയപ്പെട്ട ഒരു പത്രമാധ്യമം പോലും നമ്മൾ ആലോചിച്ച് നോക്കുക. ബി.ജെ.പി. എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് വീടുകൾ തോറും കയറിയിറങ്ങി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്
മലയാളത്തിലെ അറിയപ്പെട്ട ഒരു പത്രസ്ഥാപനത്തെ ഒരു മാസത്തേക്ക് അവരുടെ പ്രചണ്ഡ പ്രചാരണത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. വ്യത്യസ്തമായ ഒരുപാട് മേഖലകളിലൂടെ നമ്മളൊക്കെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ സെർച്ച് ചെയ്താൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രചാരണങ്ങൾ ആ ശക്തികളെ പിന്നെയും ശക്തിപ്പെടുത്താനുള്ളവയാണ്. എന്നെല്ലാം മനുഷ്യർക്കിടയിൽ വലിയ ഒരു അതിർവരമ്പുകൾ, വലിയ മതിൽക്കെട്ടുകൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ആ മതിൽക്കെട്ടുകളിലൂടെ വംശീയതയുടെയും വർഗീയതയുടെയും ചങ്ങലക്കെട്ടുകൾ കൊണ്ട് മനുഷ്യനെ ബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയ സാക്ഷരത ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നിടത്തേക്ക് നാം മാറ്റിവെച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, രാഷ്ട്രീയത്തിൽ ഒരു ധർമ്മവും അധർമ്മവും ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്നെയും നിങ്ങളെയുമൊക്കെ എന്നല്ല ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ഒരു രാഷ്ട്രീയമായിരുന്നു ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ തലവനിൽ നിന്നുണ്ടായ വർത്തമാനം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഏത് ലോകത്തെയാണ് അത് അത്ഭുതപ്പെടുത്താതിരിക്കുക? ഒരുപാട് മനുഷ്യരിങ്ങനെ ഫലസ്തീനിൽ രക്തസാക്ഷികളായി വീണുകൊണ്ടിരിക്കെ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവിന്റെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ വാർത്ത കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ 3 മക്കളും 2 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നു, രക്തസാക്ഷികളായിരിക്കുന്നു. കേവലം കൊല്ലപ്പെടുക എന്ന് മാത്രമല്ല, ടാർഗറ്റ് ചെയ്യപ്പെട്ട കൊലപാതകമായിരുന്നു അത്. അവരെ ഇല്ലാതാക്കണമെന്നത് ഇസ്രായേലിന്റെ തീരുമാനമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 60ഓളം ആളുകൾ ഇപ്പോൾ രക്തസാക്ഷികളായി കഴിഞ്ഞു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മക്കളും പേരക്കുട്ടികളും രക്തസാക്ഷികളായി എന്ന വാർത്ത പറയുമ്പോൾ അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഫലസ്തീനിലെ ഓരോ മക്കളും, രക്തസാക്ഷികളായ ഓരോ മക്കളും എന്റെ മക്കളാണ്. ഫലസ്തീനിലെ ഓരോ രക്തസാക്ഷികളും എന്റെ കുടുംബാംഗങ്ങളാണ്. എന്റെ 2 മക്കളും എന്റെ പേരക്കുട്ടികളുമല്ല രക്തസാക്ഷികളായത്, ഫലസ്തീനിലെ ഓരോരുത്തരും എന്റെ കുടുംബമാണ്. ഇങ്ങനെ പറയാൻ ഒരു കൃത്യമായ രാഷ്ട്രീയ സാക്ഷരത അദ്ദേഹത്തിന് ഉണ്ടായേ മതിയാകും. എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു ധാർമ്മികതയാണ്. നേതൃത്വം അങ്ങനെ വഴിമാറി നിന്നിട്ട് അനുയായികളെ പോർക്കളങ്ങളിലേക്ക് ഇറക്കിവിടുന്ന ധാർമ്മികതയല്ല അത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഞാൻ മുന്നിൽ നിൽക്കുന്ന, എന്നോടൊപ്പം ഞാനും എന്റെ കുടുംബവും മുന്നിൽ നിൽക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം കൊതിക്കാനും കൊതിപ്പിക്കാനും യോഗ്യതയുള്ളവരാണ് ഞങ്ങളെന്ന് കാലത്തിന്റെ മുമ്പിൽ തെളിയിക്കും. ഞാൻ പറയുന്നത് അർഹതയുള്ളവൻ അതിജീവിക്കുമെന്ന് പറയുമ്പോൾ ഈ ധാർമ്മികതക്കാണ് യഥാർത്ഥത്തിൽ അതിജയിക്കാനുള്ള അർഹത എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച്. ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ച് എത്രയോ ആവർത്തി ഞാൻ തന്നെയും പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ച് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന് പറയാൻ ഒറ്റ വാചകമേ ഉണ്ടായുള്ളൂ, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്. എന്റെ മുഖം ഞാൻ തിരിച്ചിട്ടുള്ളത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നേരെയാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ദേഷ്യം ഇങ്ങനെ കാലിന്റെ പെരുവിരലിൽ നിന്ന് നെറുകയിലോളം ഇരച്ചു പൊന്തുകയാണ്. അദ്ദേഹം ഈ മനുഷ്യനെ തിരിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ നേരെ വിപരീത ദിശയിലേക്ക് തിരിച്ചു നിർത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്? ഏത് അളവുകോലുകൾ കൊണ്ടാണ് നീ എന്നെ അളക്കാൻ തീരുമാനിച്ചത്? ഏത് മാനദണ്ഡങ്ങൾ കൊണ്ടാണ് നീ എന്നെ അളന്നെടുക്കാൻ തീരുമാനിച്ചത്? കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. അദ്ദേഹത്തെ പിന്നെയും തിരിച്ചു നിർത്തുന്നു ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ആളുകൾ. അപ്പോഴദ്ദേഹം പറയുന്നു, ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹില്ല, പിന്നെയും നീ വിഡ്ഢിയാവുകയാണല്ലോ.
പിന്നെയും നിന്റെ ചിന്തകളൊക്കെ പാറി മറിയുകയാണല്ലോ. അയിനമാ തുവല്ലു ഫസമ്മ, നിനക്കറിയില്ലേ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ വജ്ഹാണുള്ളത് എന്ന്? ഇനി ആരാ നിന്നെ പഠിപ്പിക്കുക? ഇനി ആരാണ് നിന്നെ പഠിപ്പിക്കുക? ഹജ്ജാജ് ബിൻ യൂസഫ് ആരാ? ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള മനുഷ്യനാ. അറബി ഭാഷക്ക് ഫതഹും കസറും ദമ്മും സുബൂനും ഒക്കെ ഹർക്കത്തിട്ട മനുഷ്യനാണ്. അറബി ഭാഷ കൃത്യമായി അറിയുന്ന മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ അറിയുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്ന വർത്തമാനം അയിനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, എവിടെ തിരിഞ്ഞാലും കുഴപ്പമില്ല, അവിടെ അല്ലാഹുണ്ട്. പിന്നെയും അദ്ദേഹത്തെ തള്ളി താഴെയിടും. തള്ളി താഴെയിടുമ്പോൾ അദ്ദേഹം താഴെ കിടന്നുകൊണ്ട് പറയുന്നത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അത്രയേ ഉള്ളൂ. ഇതിൽ നിന്നല്ലേ വന്നത്, ഇതിലേക്കല്ലേ മടങ്ങുന്നത്. ഇനി ഇതിൽ നിന്നല്ലേ പിന്നെയും പുനർജീവിപ്പിക്കാനുള്ളത്. ഞാൻ പറയുന്നത് ഇസ്മായിൽ ഹനിയയുടെ വർത്തമാനത്തിൽ, അദ്ദേഹത്തിന്റെ ഭാവങ്ങളിൽ, ചരിത്രത്തിന്റെ ആവർത്തനങ്ങളിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ നമ്മൾ വായിച്ചെടുക്കും. അവല്ലേ ഫലസ്തീനികൾ പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിൽ ബദറുണ്ട്. അതെ, ഞങ്ങൾ ബദറിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഹിജറയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ബദറും ഹിജറയും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ മക്ക വിജയവും ഉണ്ടാകും. ഞങ്ങൾക്കും ഇല്ലേ ഒരു മക്ക? ഞങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ മക്ക വിജയവും ഉണ്ടാകുമെന്ന്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനവും ഉണ്ടാകുമെന്ന ഒരു പ്രഖ്യാപനം. ഞാൻ പറയുന്നത് ഇത് ഒരു ധാർമ്മികമായ പൊളിറ്റിക്സ് ആണ്. ഞങ്ങൾ നിലകൊള്ളുന്നിടത്ത് നന്മയുടെ മാർഗത്തിലേ ഞങ്ങൾ നിലകൊള്ളൂ. ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നിടത്ത് മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടുള്ളതല്ല. ഞങ്ങൾ നിലനിൽക്കുന്നിടത്ത് മനുഷ്യരെ വ്യത്യസ്തമായ തട്ടുകളിൽ കാണാനുള്ളതല്ല. മനുഷ്യർക്കിടയിൽ സമത്വവും സാഹോദര്യവും നീതിയും നടപ്പിലാക്കപ്പെടുന്ന ഒരു സാമൂഹിക ഘടന ഉണ്ടാക്കണം. ഏറ്റവും വലിയ രാഷ്ട്രീയ സാക്ഷരതയുടെ ഉദാഹരണം എന്താണ് എന്നറിയോ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വേഷപ്രസന്നനായി ഇറങ്ങി നടക്കുമ്പോൾ ഒരു കലത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യവതിയായ ഒരു ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ മക്കൾ അതിലേറെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമറാണ് എന്ന് തിരിച്ചറിയുന്നില്ല. ഉമർ ചോദിക്കുന്നുണ്ട്, എന്താണ് പാത്രത്തിൽ? അപ്പോൾ അവർ പറയുന്നു, മക്കൾ പട്ടിണിയാണ്, ഞാൻ അവരെ കബളിപ്പിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞാൽ അവർ കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ തീ കെടുത്തു. ഇത് വെള്ളമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ പരിഹാരവും അപ്പോൾ തന്നെ കണ്ടു. പക്ഷെ പരിഹാരം കാണുന്നതിന് മുമ്പ് ഉമർ ചോദിച്ച ഒരു ചോദ്യം, ഇത്രയേറെ പട്ടിണിയിലൂടെ കടന്നുപോയിട്ടും എന്തേ നീ ഖലീഫ ഉമറിനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞ മറുപടി എന്തായിരുന്നു? സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു കുടുംബിനിയായ പട്ടിണിയുടെ നത്തുസയിൽ നിൽക്കുന്ന ആ പെണ്ണ് ചോദിച്ച വർത്തമാനം, ഞങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത യഹ്ബിലു അമറനാ വയഅ്സിലു അമറനാ, ഞങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധനായി മാറിയ ഉമറുണ്ടല്ലോ, ആ ഉമറിന്റെയും ഞങ്ങളുടെയും ഇടയിൽ അല്ലാഹു യഹ്കുമു ബൈനനാ വബൈന ഉമർ, ഞങ്ങളുടെയും ഉമറിന്റെയും ഇടയിൽ അല്ലാഹു വിധി കൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ സാക്ഷരത എന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടി ഈ രാഷ്ട്രത്തിൽ നിലകൊള്ളുന്നു? നിങ്ങൾ ഏത് ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു? നന്മയും തിന്മയും എന്ന് പറയുന്നത് സ്വയം നിലനിൽക്കുന്ന ഒന്നല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, ധർമ്മവും അധർമ്മവും മനുഷ്യന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ധർമ്മം നിലനിൽക്കണമെങ്കിൽ ആ ധർമ്മത്തെ നിലനിർത്താൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം അഥവാ മനുഷ്യരിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടായേ മതിയാകും. തിന്മ നിലനിൽക്കണമെങ്കിൽ തിന്മയെ നിലനിർത്തുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം മനുഷ്യരിൽ നിന്നുണ്ടാകും. ആ തിന്മയെ അതിജയിക്കാൻ കഴിയുന്ന ധാർമ്മികമായ മൂല്യങ്ങൾ
ജീവിതത്തിന്റെ വിശുദ്ധിയായി ഓരോ വ്യക്തിയും ഏറ്റെടുക്കുമ്പോഴാണ് അവർ സമൂഹമായി മാറുക. ഓരോ വ്യക്തിക്കും ലക്ഷ്യബോധമുണ്ടാകുമ്പോഴാണ് അവരുടെ മുമ്പിലെ കൂട്ടായ പരിശ്രമത്തിലൂടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുക. ഓരോ വ്യക്തിക്കും രാഷ്ട്രീയ അവബോധമുണ്ടാകുമ്പോഴാണ് ആ രാഷ്ട്രീയ അവബോധത്തിൽ നിന്ന് മാറ്റത്തിരുത്തലുകളെ കുറിച്ച സ്വപ്നങ്ങളിലേക്കും സങ്കല്പങ്ങളിലേക്കും വികാസം പ്രാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന സൂറ ആല ഇംറാനിലൂടെ പഠിപ്പിക്കുന്ന വാചകത്തിന് ഒരുപാട് ആനുകാലിക പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. കുന്തും ഖൈറ ഉമ്മത്ത്, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ്. എന്തിനു വേണ്ടി? 10-60 കൊല്ലക്കാലം ഭൂമിയിൽ ജീവിച്ച് മരിച്ച് അവസാനിച്ചു പോകാനല്ല. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഒരു സമൂഹം. ആ സമുദായത്തിന്റെ ഉത്തരവാദിത്വമാകട്ടെ തഅ്മുറൂന ബിൽ മഅ്റൂഫി വ തൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഒരുപാട് ഇടങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂക്തം പരിശോധിച്ചു നോക്കുക. ഇന്ന മേഖലയിലെ നന്മ എന്ന് ചുരുക്കി കിട്ടിയിട്ടില്ല. നിങ്ങളുടെ വീടിനകത്തെ നന്മ എന്ന് ചുരുക്കി കെട്ടിയിട്ടില്ല. നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ജീവിതത്തിലെ നന്മ തിന്മ എന്ന് ചുരുക്കി കെട്ടിയിട്ടില്ല. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു കൊച്ചു സംഘത്തിലെ നന്മ തിന്മ എന്ന് ചുരുക്കി കെട്ടിയിട്ടില്ല. ആ നന്മയെയും തിന്മയെയും ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ വശം ശിവ മുഹാഹാവൽ കമരീദ തലാഹ, സൂര്യനോളവും ചന്ദ്രനോളവും ആകാശത്തോളവും ഭൂമിയോളവും കരയോളവും കടലിനോളവും ആ നന്മയെയും തിന്മയെയും നമ്മളിങ്ങനെ വികാസം പ്രാപിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എവിടെ എഴുന്നേറ്റ് നിൽക്കണം? എന്ന് ചോദിച്ചാൽ, ശഅബാനിന് ശേഷം റമളാനിലേക്ക് പ്രവേശിച്ച് റമളാനിൽ എഴുന്നേറ്റ് നിന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ശവ്വാലിലേക്ക് പ്രവേശിച്ചപ്പോൾ മനുഷ്യപക്ഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം. ആ മനുഷ്യപക്ഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കലാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നമ്മുടെ നിലപാടുകളിൽ രൂപപ്പെടേണ്ടതും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ പ്രതിഫലിക്കേണ്ടതും എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളോട് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അവിടെ നമ്മുടെ രാഷ്ട്രീയത്തെ കരുപിടിപ്പിക്കുന്നിടത്ത്, അവിടെ നമ്മുടെ രാഷ്ട്രീയ അവബോധങ്ങൾ നിലനിർത്തുന്നിടത്ത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇസ്മായിൽ ഹനീയയെ പോലെ ജീവിച്ചിരിക്കുന്ന സഹാബാക്കളോളം പോന്ന ചരിത്രത്തിൽ ഏറ്റുകെട്ടാൻ കഴിയുന്ന വിശുദ്ധരായ രാഷ്ട്രീയ വിചക്ഷണന്മാരെ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നന്മകൾ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, മനുഷ്യർ വിമോചിക്കപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചതിന്റെ ലക്ഷ്യം, സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ജനങ്ങൾ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ. അതായിരുന്നു പ്രയോഗം. ജനങ്ങൾ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്ന, അവരെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകളുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ച് വിശാലതയിലേക്ക് കൊണ്ടുവരാൻ. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത് എന്ന് ചോദിക്കുമ്പോ റബീ ഇബ്നു ആമിർ, എന്നെ അള്ളാഹുവാണ് കടത്തിവിട്ടത്. എന്തിന് കടത്തിവിട്ടു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ മുഴുവൻ അള്ളാഹുവിന്റെ അടിമത്തത്തിന്റെ വിശാലതയിലേക്ക് മോചിപ്പിക്കാൻ എന്ന് പറയുന്ന ഒരു ധാർമ്മിക ധർമ്മത്തിന്റെ നിലവാരമുണ്ട്. ആ ധാർമ്മികതയെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട രാഷ്ട്രീയം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായിത്തീരുന്ന, ധർമ്മം നിലനിർത്താൻ യോഗ്യരായി മാറുന്ന വിശുദ്ധരായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.